ഹലോ ഫ്രണ്ട്സ്, ഞാൻ രമ ഫായി, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ്. ജെസീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പലപ്പോഴും വീട്ടാവശ്യത്തിന് പഴച്ചെടികൾ വാങ്ങി വളർത്തി വലുതാക്കി വർഷങ്ങളോളം കാത്തിരുന്നിട്ടും പഴമൊന്നും കിട്ടാതെ നമ്മൾ തന്നെ വെട്ടിമാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എന്നാൽ വർഷം മുഴുവനും പഴം കിട്ടുന്നതും ചട്ടിയിൽ പോലും വയ്ക്കാവുന്നതുമായ 2 പഴച്ചെടികളാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരു ജപ്പാൻ റെഡ് ഗുവയാണ്. ഇത് വർഷം മുഴുവനും ഇതിനകത്ത് പഴം നമുക്ക് കിട്ടും. ഇതിൻ്റെ എല്ലാ ശാഖകളിലും പഴങ്ങളുണ്ടായിരിക്കും. നമ്മൾ പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത പൂവ് വന്നുകൊണ്ടിരിക്കും. നമുക്കിത് പ്രൂൺ ചെയ്യാൻ പറ്റില്ല, കാരണം പ്രൂൺ ചെയ്യുന്ന എല്ലാ കമ്പുകളിലും പൂക്കളിങ്ങനെ ഉണ്ടായിരിക്കും. ഈ പേരയ്ക്കയ്ക്ക് പ്രത്യേകിച്ച് സീസൺ ഒന്നും തന്നെ ഇല്ല. വർഷം മുഴുവനും നമുക്ക് ഇതിൽ നിന്നും പഴം എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്കള വേസ്റ്റും കമ്പോസ്റ്റ് വളങ്ങളും ഫിഷ് അമിനോയും ഒക്കെ മതിയാവും. അല്ലാതെ മറ്റ് വളങ്ങളൊന്നും തന്നെ ഞാൻ കൊടുക്കാറും ഇല്ല. നമുക്കിത് പ്രൂൺ ചെയ്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീട്ടാവശ്യത്തിന് എല്ലാ ദിവസവും പഴം വേണ്ടവർക്ക് ഇത് ഒരെണ്ണം നമുക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. ജപ്പാൻ്റെ ഈ ചുവന്ന പേരയ്ക്കയ്ക്ക് ഒരു മീഡിയം മധുരമായിരിക്കും. എല്ലാവർക്കും പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഇതിനകത്ത് ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും അതുപോലെ തന്നെ നാരുകളും അടങ്ങിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഈ ഒരു പേര വച്ച് പിടിപ്പിക്കേണ്ടത് നല്ലതാണ്. ഈ പേരയുടെ തൈ വാങ്ങി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങി. കായ്ച്ചു കഴിഞ്ഞാൽ വർഷം മുഴുവനും ഇതിനകത്തുനിന്ന് പഴം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് നടുന്നതിന് പ്രത്യേകിച്ച് കൂടുതൽ സ്ഥലമൊന്നും വേണ്ട. ഒരു ചട്ടിയിൽ പോലും, ഇവിടെ ഞാനൊരു വലിയ ഡ്രമ്മാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ ചെറിയ ഡ്രമ്മിൽ പോലും, ചെറിയ ബക്കറ്റിൽ പോലും നമുക്ക് ഈ ചെടി നടാവുന്നതേ ഉള്ളൂ. പഴത്തിന് അകവശം നല്ല ചുവന്ന നിറമായിരിക്കും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം മധുരവുമായിരിക്കും. ഡിയർ ഫ്രണ്ട്സ്, അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മധുര അമ്പഴമാണ്. ഇത് നട്ടിട്ട് 3-ാമത്തെ മാസം മുതൽ നമുക്ക് പഴമായി. പഴം എന്ന് പറഞ്ഞാൽ വർഷം മുഴുവനും ഇതിൽ പഴം കിട്ടും. പല തവണയായിട്ടാണ് പഴം പിടിക്കുന്നത്. ഈ മധുര അമ്പഴങ്ങയുടെ ഉപയോഗം 3 in 1 ആണ്. അതായത് 3 കാര്യങ്ങൾക്ക് നമുക്ക് അമ്പഴങ്ങ ഉപയോഗിക്കാം. ഇളം പ്രായത്തിലുള്ള അമ്പഴങ്ങ അച്ചാറിന് ബെസ്റ്റാണ്. അമ്പഴങ്ങ അച്ചാർ ദീർഘകാലം ഉപയോഗിക്കും. ഈ അമ്പഴങ്ങ അച്ചാറിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുകൂടാതെ കുറച്ചുകൂടി മൂപ്പത്തിയ അമ്പഴങ്ങ നമുക്ക് കറികളിൽ ഉപയോഗിക്കാം. മീൻ കറികളിൽ അമ്പഴങ്ങ ചേർത്താൽ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ അമ്പഴങ്ങ പഴമായിട്ടും ഉപയോഗിക്കാം. ഒരു മീഡിയം മധുരമാണെങ്കിലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് അമ്പഴങ്ങ പഴം. ഇതിനകത്ത് വിത്തുകൾ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് അമ്പഴങ്ങ. അതുകൊണ്ട് തന്നെ നല്ല ബലമുള്ള ഡ്രമ്മാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ചെറിയ ചട്ടിയിൽ പോലും ഇത് വളർത്താവുന്നതേ ഉള്ളൂ. എല്ലാ വീടുകളിലും അവശ്യം നടേണ്ട ഒരു ചെടി കൂടിയാണ് സ്വീറ്റ് അമ്പഴം. കഴിവതും രാസവളങ്ങൾ ഒഴിവാക്കി ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടി, അതുപോലെ തന്നെ ആടുവളം, സ്ലറികൾ, ഇവയൊക്കെയാണ് ഞാനിതിന് വളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വർഷം മുഴുവനും ഇത് ഇങ്ങനെ പഴം തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ 2 പഴച്ചെടികൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. വീട്ടിലേക്ക് ആവശ്യമായ പഴച്ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓർക്കുക, ജപ്പാൻ റെഡ് ഗുവ ആൻഡ് മധുര അമ്പഴം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് മറക്കല്ലേ. മറ്റൊരു കിടിലം വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.